ഓക്കെ ഞാൻ രണ്ടുപേരെയും വാൺ ചെയ്യാം. സർ, വരാൻ പറഞ്ഞിരുന്നു. ഐ നെവർ എക്സ്പെക്ടഡ് സച്ച് എ ബാഡ് ബിഹേവിയർ ഫ്രം യു ടു. ഞാൻ എന്ത് ചെയ്തു അങ്കിൾ? സർ, നിങ്ങളെന്തിനാ ഇവിടെ വെച്ച് തമ്മിൽ തരുന്നത്? നിങ്ങൾ ക്രിമിനൽസോ പോലീസോ? ഇവിടെ പോലീസിനെതിരെ പരാതി. ഐ എം ടോട്ടലി അഷെംഡ്. ജോണി കേസിൽ എനിക്ക് കൂടുതൽ ക്രെഡിറ്റ് കിട്ടിയതുകൊണ്ട് അവനോട് പറ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന്. കത്തി ജ്വലിക്കുന്ന സൂര്യൻ ക്യാൻഡിലിനോട് അസൂയപ്പെടാറില്ല സർ. അത് ഇവളോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തൊട്ടുപോലെ തന്നെ. എന്റെ മുന്നിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പുറത്തെ അവസ്ഥ എന്തായിരിക്കും? ഇത് നിങ്ങൾക്ക് തരുന്ന ലാസ്റ്റ് വാണിങ്ങാ. ഇനി ഇത് ആവർത്തിച്ചാൽ സോറി സർ. ഗെറ്റ് ഔട്ട്. ഔട്ട്. നോൺസെൻസ്. ഏയ്, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ഇപ്പൊ സന്തോഷായില്ലേ? ഇത്രയും ദിവസം കഷ്ടകാലം പുറകെ ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷേ അത് യൂണിഫോമിന്റെ രൂപത്തിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കും അതെ. യക്ഷികള് രാത്രി കാലങ്ങളിലെ വെള്ള സാരി ഉടുത്തോണ്ട് വരുന്ന കരുതിയത്. ഇങ്ങനെ യൂണിഫോം ഇട്ടുകൊണ്ട് പട്ടാപ്പകൽ നടക്കുമെന്ന് കരുതിയില്ല. നീ ഇങ്ങനെ തന്നെ പറഞ്ഞോ? നിന്നെ ഞാൻ വെള്ളം പോലും കിട്ടാത്തടത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കും. ഇങ്ങനെ സല്യൂട്ട് ചെയ്താലൊന്നും ഞാൻ നിന്നോട് എന്താ ഇവിടെ ഒരു സീരിയസ് ഡിസ്കഷൻ? ഒന്നുമില്ല സർ, കേസിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ക്യാരി ഓൺ. സാർ വരുന്ന കണ്ടില്ലേ? എനിക്ക് പുറകിൽ കണ്ണൊന്നുമില്ല. മേ കം ഇൻ സർ? കം ഇൻ. സിറ്റ് ഡൗൺ. താങ്ക് യു സർ. എന്താ സർ ഒരു ടെൻഷനിലിരിക്കുന്നത്? എന്തു പറയാനാ, വിക്രമിൻ്റെയും ഭാവനയുടെയും പ്രശ്നം. അത് വിട്ടേക്ക്. പ്രതാപ്, ആദിത്യ മർഡർ കേസിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ഇല്ല സർ. ഇതുവരെ 476 സസ്പെക്ട്സിനെ എൻക്വയറി ചെയ്തു. മൊബൈലുകളും CCTV ദൃശ്യങ്ങളും കളക്ട് ചെയ്തു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. പക്ഷെ ഒരു തെളിവും കിട്ടിയില്ല. എന്തെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സോ കുടുംബ വഴക്കുകളോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ എൻക്വയറി ചെയ്തു സർ. നോ ഡിസ്പ്യൂട്ട്സ്, നോ അഫയേഴ്സ്. ഹീസ് എ ക്ലീൻ മാൻ. അബ്സല്യൂട്ട്ലി നോ ഹേറ്റേഴ്സ്. പക്ഷെ അതെങ്ങനെ ശരിയാവും? ഇതിന്റെ പിന്നിൽ ഒരാളുണ്ടായിരിക്കണമല്ലോ. എനിക്കും അത് തന്നെയാണ് സർ മനസ്സിലാവുന്നത്. സാറിനറിയാലോ, 48 മണിക്കൂറിനുള്ളിൽ ഞാൻ ഏത് കേസും സോൾവ് ചെയ്യാറുണ്ട്. പക്ഷേ ആദ്യമായാണ് ഞാനൊരു കേസിൽ തോൽക്കാൻ പോകുന്നത്. ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ ഈ കേസ് തെളിവില്ലാത്ത കേസാക്കി ക്ലോസ് ചെയ്യേണ്ടി വരും. അതാണ് സർ എന്റെയും വിഷമം. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. വെറുതെ ഐ വാഷിംഗ് നടത്തി സാലറി വാങ്ങാൻ ഞാനില്ല സർ. ബെറ്റർ ഐ ക്വിറ്റ്. ഏയ്, താങ്കളെപ്പോലെ എഫിഷ്യന്റ് ആയ ഒരു ഓഫീസറെ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുണ്ട്. സർ, അത് അങ്ങനെയല്ല സർ. നിങ്ങൾ ഒന്നും പറയണ്ട. അടുത്ത ആഴ്ച CM സിറ്റി വരുന്നുണ്ട്. സെക്യൂരിറ്റി കൊടുത്തോണം. സർ, ബട്ട് പ്ലീസ്. യു ക്യാൻ ഗോ നൗ. ഓക്കെ സർ. ഹലോ, കമ്മീഷണറല്ലേ? അതെ സാർ. ആദിത്യയുടെ കേസ് ക്ലോസ് ചെയ്യാൻ പോകുന്നെന്ന് കേട്ടു. സാർ, അതൊന്നും എനിക്കറിയണ്ട. ഇലക്ഷൻ ടൈമാണ്, നിങ്ങളത് കളിക്കുക. പബ്ലിക്കും വീഡിയോ ഒക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? വേറൊന്നും എനിക്കറിയണ്ട. ഇൻവെസ്റ്റിഗേഷൻ തുടർന്നേ പറ്റൂ. ടെൻഷന് വേണ്ടി ടെൻഷൻ. അതിനിപ്പോ എന്തു പറ്റി? ആദിത്യ മർഡർ കേസ് തെളിവൊന്നുമില്ലാതെ ഒരു വശത്ത് പോകുന്നു. അതിന്റെ കൂടെ ഇവിടെ രണ്ടെണ്ണത്തിനെ തമ്മിത്തല്ല്. കാള വലിക്കുന്ന കരയിലേക്കും എരുമ വലിക്കുന്ന വെള്ളത്തിലേക്കും എന്ന് പറഞ്ഞ പോലെ എന്റെ കഥ. അതിനിത്ര തലപുണ്ണാക്കേണ്ട കാര്യമുണ്ടോ? രണ്ടെണ്ണത്തിനെ ഒരു വണ്ടിയിൽ ഒരുമിച്ച് കെട്ടി നോക്ക്. അപ്പൊ ഒരേ വഴിക്കല്ലേ നീങ്ങാൻ പറ്റൂ. എന്താ പറഞ്ഞേ? ഒരു വണ്ടി കെട്ടാനോ? ഏയ് ഇംതിയാസ്, വെപ്പൺ സപ്ലയർ. നമസ്തേ സാർ. അതിങ്ങെടുക്ക്. പുതിയ മോഡലാണ് സാർ. മാഗസിൻ ലോഡ് ചെയ്ത് കാണിക്കട്ടെ? ഞാനൊക്കെ ഗൺ മാഗസിൻ കണ്ടു തുടങ്ങിയ കാലത്ത് നീയൊന്നും ബാലഭൂമിയുടെ മാഗസിൻ പോലും കണ്ടു കാണില്ല. എന്നെയാണോ നീ പഠിപ്പിക്കുന്നത്? സോറി സാർ. ക്യാരേ ബോസ്, ഇത് ഒറിജിനലോ അതോ എയർ ഗണ്ണോ? സാബ്, പക്ക ഒറിജിനലാണ് സാബ് ഇത്. ബോസ്, ലെറ്റ്സ് ട്രൈ. ഇത് ഒറിജിനൽ തന്നെയാണ്.
അവൻ എൻ്റെ കോമ്പറ്റീറ്റർക്കും ഹെറോയിൻ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സിംഹാസനം എത്ര വലുതായാലും അവിടെ ഒരു രാജാവിനെ സ്ഥാനമുള്ളൂ. അത് ഞാൻ മാത്രമായിരിക്കും. മനസ്സിലായോ നിനക്ക്? ഏയ് യെസ് ബോസ്. ഇനി മുതൽ നോർത്ത് ഇന്ത്യൻ വെപ്പൺ ഡീലേഴ്സിനെ ഇവൻ വഴി സപ്ലൈ ചെയ്താൽ മതി. നോർത്ത് ഇന്ത്യയിൽ ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല സാബ്. റിസ്ക് ആണ് സാബ്. റിസ്ക് എടുക്കാതെ നിനക്ക് ടോപ്പിലെത്താൻ കഴിയില്ല. നിനക്ക് ഈ പ്രപഞ്ചത്തിന്റെ ഷേപ്പ് എന്താണെന്നറിയാമോ? ഉരുണ്ടതല്ലേ സാബ്? അത് പ്രൈമറി സ്കൂൾ ടീച്ചർ പഠിപ്പിച്ചത്. അപ്ഡേറ്റഡ് ആയി. റെക്റ്റാങ്കിൾ. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ നമുക്ക് തൊട്ടിലുണ്ടാക്കി തരും. മരിക്കുമ്പോൾ നമ്മുടെ മക്കൾ കുഴിമാടോ ഒരുക്കി തരും. ഈ കാലയളവിൽ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നതല്ല ജീവിതം. സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ജനിക്കുന്നതും. സാമ്രാജ്യം പടുത്തുയർത്താൻ. മനസ്സിലായോ? സപ്ലൈയിങ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ബോസ്. ഹലോ ഗബ്രിയൽ, മൈ ഫ്രണ്ട്. യാതൊരു കാരണവശാലും ഈ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്യില്ല. മറ്റു പല ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഉള്ളതിനാൽ ഈ കേസ് പ്രതാപ് മിശ്രയിൽ നിന്ന് മാറ്റി പാവനെയും വിക്രമിനെയും ഏൽപ്പിക്കുന്നുവെന്ന് മാത്രം. ആർക്ക് ഹാൻഡ് ഓവർ ചെയ്താലെന്താ? ചത്തവർ എണീറ്റ് വന്ന് സാക്ഷി പറയൂ. അരവിന്ദ് ആദിത്യ മർഡർ കേസിന്റെ ചാർജിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. സർ, ഇവളുടെ കൂടെയോ? എനിക്ക് പറ്റില്ല സർ. സാറ് വല്ല വണ്ടി വലിക്കാനോ ചുമട് ചുമക്കാനോ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ സർ. പക്ഷെ ഇവളുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഐ എം സോറി സാർ. ഞാൻ വേണേ സിഗ്നലിൽ മോസ്കിറ്റോ ബാറ്റ് വിൽക്കണമെന്ന് പറഞ്ഞാലും ചെയ്യാം. പക്ഷെ ഇവന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല സാർ. ഇനഫ്. ഈ കേസ് കൊണ്ടുപോയി രണ്ടുപേരും നന്നായിട്ട് പഠിക്കേ. ഐ നീഡ് ഫാസ്റ്റ് റിസൾട്ട്സ്. ഇറ്റ്സ് ആൻ ഓർഡർ. യെസ് സർ. ഏയ് ഫയൽ ഇതാ. സ്റ്റഡി ചെയ്യണം. പിന്നെ ഞാനെന്താ തൂക്കി വെക്കാനാണോ കൊണ്ടുപോകുന്നത്? എനിക്കും സ്റ്റഡി ചെയ്യണം. വീട്ടിൽ ചെന്ന് കയറിയ ഉടനെ കുപ്പി ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന നിനക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ എവിടുന്ന സമയം? ഇങ്ങോട്ടാ. വീട്ടിൽ കുത്തിയിരുന്ന് സീരിയൽസ് കാണുന്ന നിനക്കൊക്കെ സീരിയസ്നെസ് എവിടുന്നാ? ഇല്ലയോ? ഇന്ന് വെച്ചോ. നീ 2 ദിവസം കൊണ്ട് സ്റ്റഡി ചെയ്യുന്നത് ഞാൻ 2 സെക്കൻഡ് കൊണ്ട് ചെയ്യും. നീ 2G ആണെങ്കിൽ ഞാൻ 5G ആണ്. വെരി ഫാസ്റ്റ്. വലിയ ബിൽഡപ്പിനൊന്നും ഒരു കുറവുമില്ല. നിന്നെ ഞാൻ സർ വേണ്ട സർ. ഇയാള് പറഞ്ഞോണ്ട് നീ ഇപ്പൊ രക്ഷപ്പെട്ടു. പോടാ.